ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പുകാലത്തിൻ്റെ പകുതിക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നാം ആയിരിക്കുകയാണ്. മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനെ പോലെ ആയിത്തീർന്നവൻ, മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്നതിന് വെമ്പൽ കൊള്ളുന്നവൻ, ഇതാ നമുക്ക് ഏറ്റവും സ്വീകാര്യമായ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം
18:20 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന ബോധ്യത്തിൽ നമുക്ക് അവൻ്റെ സാന്നിധ്യം ഏറ്റുപറഞ്ഞ് അവൻ്റെ മുമ്പിലായിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന 2 പുത്രന്മാരുടെ ഉപമ. ഒരു മനുഷ്യൻ തൻ്റെ പുത്രന്മാരുടെ അടുത്ത് വിളിച്ച് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയാണ്. ഒന്നാമൻ പോകാം എന്ന് പറഞ്ഞെങ്കിലും പോയില്ല. രണ്ടാമൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു, എങ്കിലും മനസ്തപിച്ച് തിരിച്ചുപോയി എന്ന് സുവിശേഷം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം എന്നത് ഈ രണ്ടാമൻ്റെ സ്വഭാവത്തിന് സദൃശ്യമാണ്. പറ്റില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് തിരിച്ചു പോകുവാനുള്ള, ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളിലെ ഏറ്റുപറഞ്ഞ് തിരിച്ചു നടക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ നോമ്പുകാലം നമുക്ക് നൽകുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോമ്പുകാലത്തിൽ ശ്രമിക്കേണ്ടത്. എനിക്ക് പറ്റില്ലാത്തതും മനസ്സില്ലാത്തതും വീണ്ടും വിചാരത്തിലൂടെ ഏറ്റുപറയുന്നതിലൂടെ, അനുതാപത്തിലൂടെ, ക്ഷമയിലൂടെ തിരിച്ചു നടക്കുവാനുള്ള വിളി. ഈ വിളി എൻ്റെ ജീവിതത്തിന് പുതിയ ഉണർവ് നൽകട്ടെ. കൺവശമിയലാതൊരു
നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നല്ല മാനസവും തീർത്തരുളെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നല്ല മാനസവും തീർത്തരുളെന്നിൽ ദേവാ. ഈ നോമ്പുകാലത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യമെന്ന് പറയുന്നതാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള സുവിശേഷ ഭാഗത്ത് ഇപ്രകാരം നാം വായിക്കുന്നു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കുവാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിട് കൊണ്ടെങ്കിലും വയറ് നിറയ്ക്കുവാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു പോയി. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസനോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കുവാൻ തുടങ്ങി. നമുക്ക് സുപരിചിതമായ ഉപമ നോമ്പിൻ്റെ ചൈതന്യത്തോട് ചേർന്ന് എൻ്റെ ജീവിതത്തോട് ചേർത്ത് വായിക്കാൻ സാധിക്കുന്ന സുവിശേഷ ഭാഗം. സുഖം തേടി നാട് വിട്ടുപോയ ഒരു മനുഷ്യൻ്റെ കഥയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ അവൻ്റെ സ്വത്തുമായി നാട് വിട്ടു പോകുമ്പോഴും അവൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ് ദൈവം. ഈ കാത്തിരിപ്പാണ് നോമ്പുകാലത്തിൻ്റെ പ്രതീക്ഷ. നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള വിളി, കാത്തിരിപ്പ്. എന്നാൽ നമുക്ക് ധൂർത്തപുത്രനെ പോലെ തിരിച്ചു നടപ്പ് സാധ്യമാകുന്നുണ്ടോ?
അതിനു വേണ്ടിയിട്ട് നാം പരിശ്രമിക്കാറുണ്ടോ? തെറ്റ് പറ്റിയാൽ തിരിച്ചു നടക്കുവാൻ, തെറ്റും ശരിയും വിവേചിച്ചറിയുവാൻ ദൈവം നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. നോമ്പിൻ്റെ ചൈതന്യത്തോടും കുമ്പസാരത്തിൻ്റെ മഹനീയതയോടും കൂടെ നമുക്ക് ചിന്തിക്കാം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് തിരിച്ചു നടക്കേണ്ടതുണ്ടോ എന്ന്. ധൂർത്തപുത്രൻ തീരുമാനിച്ചതുപോലെ സ്വയം തീരുമാനിച്ച് തിരിച്ചു നടക്കേണ്ടുന്ന മേഖലകളിൽ നിന്ന് തിരിച്ചു നടക്കുവാനും, ക്ഷമിക്കേണ്ടുന്ന മേഖലയോടും വ്യക്തിയോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും നമുക്ക് ശ്രമിക്കാം. അവിടെ ദൈവം, നിന്റെ പിതാവ് നിന്നെ കാത്തിരിക്കുകയാണ്. അവൻ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. തിരുവോസ്തിരൂപനായി അവൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ തിരുവോസ്തിയിലേക്ക് എൻ്റെ മനസ്സിനെയും മനസ്സിൻ്റെ വ്യാപാരങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് ചോദിക്കാം, മതിയാകുമല്ലോ നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ ആപാദ ചൂടഞ്ഞ സുഖമാകുവാൻ. മനസ്സാകുമോ നാഥ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, സ്വർഗത്തിനെതിരെയും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു പോയി. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി ഈ എന്നെ നീ സ്വീകരിക്കണമേ. ആമേൻ. ഈശോ ഓർമ്മിപ്പിക്കുന്നു, 99 നീതിമാന്മാരേക്കാൾ ഉപരിയായി അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവം സന്തോഷിക്കുന്നുവെന്ന്. നിന്റെ പാപങ്ങൾ ദൈവത്തിൽ നിന്ന് നിന്റെ മുഖം മറച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലുതാണ് ഞാൻ എന്ന എൻ്റെ ഭാവം. എൻ്റെ ഞാൻ എന്ന ഭാവത്തിൻ്റെ പാപാവസ്ഥ. എന്നിലെ ഈ അനുതാപം ഈ ഞാൻ എന്ന ഭാവത്തെ നിന്നിൽ ചേർത്ത് വയ്ക്കുന്നതിനും ദിവ്യകാരുണ്യമായി എൻ്റെ ശരീരത്തിൽ അലിഞ്ഞ് ഇല്ലാതാകുന്ന ആ തിരുവോസ്തിയോടെ ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിനെയും വികാരവിചാരങ്ങളെയും ദൈവമേ നീ ഇപ്പോൾ ഏറ്റെടുക്കണമേ. എൻ്റെ ഈശോയെ, നിൻ്റെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് ഇടയാക്കിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ജീവിത പശ്ചാത്തലങ്ങളെയും നീ സ്വീകരിക്കണമേ, ഏറ്റെടുക്കണമേ. ഈശോയെ, ഇതാ ഞാൻ അവയെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ ഇതാ നിൻ്റെ മുമ്പിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സമർപ്പണം ചെയ്യുന്നു യേശുവേ, സർവ്വതും നിൻ തിരുസന്നിധിയിൽ. പാപിയാമിൻ അർച്ചനകൾ സ്നേഹമോടെ സ്വീകരിക്കൂ, സ്നേഹമോടെ സ്വീകരിക്കൂ. എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകൾ പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയ നിമിഷങ്ങളെ ഓർക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, നിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പണം ചെയ്യുന്നു യേശുവേ, സർവ്വതും നിൻ തിരുസന്നിധിയിൽ. പാപിയാമിൻ അർച്ചനകൾ സ്നേഹമോടെ സ്വീകരിക്കൂ, സ്നേഹമോടെ സ്വീകരിക്കൂ. എൻ്റെ ജീവിത സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ ഞാൻ വേണ്ട എന്ന് വെച്ച ദൈവികമായിട്ടുള്ള മുഹൂർത്തങ്ങളെ ഞാൻ ഓർക്കുന്നു. അവയെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പണം ചെയ്യുന്നു യേശുവേ, സർവ്വതും നിൻ തിരുസന്നിധിയിൽ. പാപിയാമിൻ അർച്ചനകൾ സ്നേഹമോടെ സ്വീകരിക്കൂ, സ്നേഹമോടെ സ്വീകരിക്കൂ. എൻ്റെ ജീവിത നേട്ടങ്ങളിൽ ഞാൻ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പണം ചെയ്യുന്നു യേശുവേ, സർവ്വതും നിൻ തിരുസന്നിധിയിൽ. പാപിയാമിൻ അർച്ചനകൾ സ്നേഹമോടെ സ്വീകരിക്കൂ, സ്നേഹമോടെ സ്വീകരിക്കൂ. എൻ്റെ ദുഃഖങ്ങളിൽ ഞാൻ നിന്നെ മറന്ന് ലഹരിയിലും മദ്യപാനത്തിലും ആയിരുന്ന നിമിഷങ്ങളെ ഓർക്കുന്നു. അവയെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പണം ചെയ്യുന്നു യേശുവേ, സർവ്വതും നിൻ തിരുസന്നിധിയിൽ.
പാപിയാമിൻ അർച്ചനകൾ സ്നേഹമോടെ സ്വീകരിക്കൂ, സ്നേഹമോടെ സ്വീകരിക്കൂ. എൻ്റെ വേദനകളിൽ ഞാൻ യേശുവെ നിന്നെ മറന്ന് സാമൂഹിക മാധ്യമങ്ങളെ ആശ്രയിച്ചതും അതിൽ മുഴുകിപ്പോയതുമായ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ദിവികാരുണ്യ ഈശോയെ, നിൻ്റെ സന്നിധിയിൽ ഞാൻ ആ നിമിഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പണം ചെയ്യുന്നു യേശുവേ, സർവ്വതും നിൻ തിരുസന്നിധിയിൽ. പാപിയാമിൻ അർച്ചനകൾ സ്നേഹമോടെ സ്വീകരിക്കൂ, സ്നേഹമോടെ സ്വീകരിക്കൂ. എൻ്റെ ഈശോയെ, ഇവിടെയെല്ലാം വിരിച്ചു പിടിച്ച കൈകളും കാത്തിരിക്കുന്ന മനസ്സുമായി ദൈവമേ നീ ഉണ്ടായിരുന്നുവല്ലോ. ധൂർത്തപുത്രൻ്റെ പിതാവിനെ പോലെ. എങ്കിലും സുബോധമില്ലാതെ നൈമിഷിക സുഖത്തിൻ്റെ പുറകെ ഞാൻ അലയുകയായിരുന്നു. എന്നാൽ ദൈവമേ, നീ എന്നെ കാത്തിരിക്കുകയായിരുന്നല്ലോ. ഈശോയെ, ഞാൻ ഇത്ര വലിയ പാപിയായിരുന്നിട്ടും എന്നെ നീ തള്ളിക്കളയുന്നില്ല എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. കാരണം നീ എന്നെ സ്നേഹിച്ചത് നിൻ്റെ ശരീരവും രക്തവും നൽകിയാണല്ലോ. നീ ഞങ്ങളെ സ്നേഹിച്ചത് നിൻ്റെ ജീവൻ കുരിശിൽ ബലിയായി നൽകിയാണല്ലോ. ഈശോയെ, കരുണയായിരിക്കണമേ. പാപിയായ എൻ്റെ മേൽ അലിവ് തോന്നണമേ. എൻ്റെ ഈശോയെ, കരുണയായിരിക്കണമേ. പാപിയായ എൻ്റെ മേൽ അലിവ് തോന്നണമേ. കരുണ തോന്നണേ, ദിവ്യകാരുണ്യമേ, അലിവു തോന്നണേ, ഓസ്തിരൂപനേ. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. അവിടുത്തോട് നമുക്ക് ചോദിക്കാം. വിനയത്തോടെ ആ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് യാചിക്കാം. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ സ്നേഹത്തിൻ്റെ നിറവിനായി, ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിനായി കരുണ നിറഞ്ഞ ഹൃദയത്തോടു കൂടെ നമുക്ക് ആയിരിക്കാം. കരുണ തോന്നണേ, ദിവ്യകാരുണ്യമേ, അലിവു തോന്നണേ, ഓസ്തിരൂപനേ. തുടർന്ന് വരുന്ന ഈരടികൾ ആലപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ, എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ലാഘവത്തോടെ ധ്യാനിക്കാം. ദിവ്യകാരുണ്യനാഥ, മാമോദീസായിലെ ജീവിത വിശുദ്ധിയും നൈർമല്യവും, ആദ്യ കുമ്പസാരത്തിലെ മനോഹാരിതയും ചൈതന്യവും ഈശോയെ എനിക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നു. പലപ്പോഴും ഞാൻ ജീവിക്കുന്നത് ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ കണ്ട കാഴ്ചയുടെ ദുരാഗ്രഹങ്ങൾ, ഞാൻ കേട്ട സംസാരത്തിൻ്റെ ദുരാഗ്രഹങ്ങൾ, ഞാൻ പറഞ്ഞ വാക്കുകൾ ഒക്കെയും എൻ്റെ ദുരാഗ്രഹത്തിൻ്റെ വാക്കുകളായിരുന്നു. ഈശോയെ, എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ,
ഇതാ ഞാൻ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. മകൻ എന്ന അർഹത എനിക്കില്ല. ദാസനായി എന്നെ കരുതണമേ. അങ്ങയുടെ ഒരു ദാസനായി എന്നെ സ്വീകരിക്കണമേ. ഈ അവസരത്തിൽ ഞാൻ തിരിച്ചറിയുകയാണ്, പുറമേ നിന്നുള്ളതല്ല എന്നെ അശുദ്ധനാക്കുന്നത്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളതാണ്. തെറ്റിപ്പോയ നിമിഷങ്ങളെയും പാളിപ്പോയ പാളിച്ചകളെയും ദിവ്യകാരുണ്യമേ ഇതാ നിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ കുറവിനെ അറിഞ്ഞ് ചേർത്ത് പിടിക്കണമേ. എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു ഈശോയെ എനിക്ക് വലുത്. ചെയ്യാമായിരുന്ന നന്മകൾ ഞാൻ മറന്നുപോയി. ഈശോയെ, നീ തന്ന താലന്തുകൾ കുഴിച്ചിട്ട ഭൃത്തിനെ പോലെ ഞാൻ ഇതാ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അനുതപിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണമേ. തമ്പുരാനെ, അയോഗ്യനും പാപിയുമായ എൻ്റെ മേൽ നിൻ്റെ കൃപാകടാക്ഷം നീ ചൊരിയണമേ. ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകാതെ നിൻ്റേത് മാത്രമായിരിക്കുവാൻ അങ്ങേ തിരിച്ചോരയാൽ എന്നെ പൊതിഞ്ഞ് കാത്തുകൊള്ളണമേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. ഓ ദിവ്യകാരുണ്യമേ, ക്ഷമിക്കുവാൻ സാധിക്കാത്ത നിമിഷങ്ങളെയും എൻ്റെ അവസ്ഥയെയും നിൻ്റെ മുൻപിൽ ചേർത്ത് വയ്ക്കുന്നു. നീ ആവശ്യപ്പെടുന്നത് 70 തവണ ക്ഷമിക്കുവാനാണല്ലോ. ഈ അവസരത്തിൽ കാൽവരിയിലെ നിൻ്റെ നെടുവീർപ്പ് എൻ്റെ പ്രാർത്ഥനയായിരിക്കട്ടെ. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നിൻ്റെ കുരിശിലെ വേദനയിൽ എൻ്റെ സഹനങ്ങൾ എത്ര നിസ്സാരമാണ്. എന്നിട്ടും എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. ഈശോയെ, എൻ്റെ അഹങ്കാരത്തിൻ്റെയും ഞാൻ എന്ന ഭാവത്തിൻ്റെയും മുഖം ഇതാ ഇവിടെ നിൻ്റെ പാദാന്തികത്തിങ്കൽ വയ്ക്കുന്നു. സ്നേഹം തന്നെയായ അങ്ങിൽ വലയം പ്രാപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ ഒന്നുമല്ല എന്ന നിസ്സാരതയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം. നിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവാണ് എൻ്റെ അനുതാപത്തിൻ്റെ ഉൾക്കാഴ്ച. ദൈവമേ, ദിവ്യകാരുണ്യ ഈശോയെ, എൻ്റെ മേലെ കരുണയായിരിക്കണമേ. ഈശോയെ, കനിയണമേ. സങ്കീർത്തനം 51:1 ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ.
യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. ൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. ഈശോയെ, ഇത്രയും സമയം നിൻ്റെ മുമ്പിൽ സ്വസ്ഥമായി ശാന്തമായി ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ അടയാളം. എന്നെ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും നയിക്കുന്ന നിൻ്റെ മുഖം
എൻ്റെ ജീവിതത്തിൻ്റെ ഈ മുഖവുമായി വേറൊനിക്കായി പോലെ നിൻ്റെ മുഖം തുടയ്ക്കുവാനും നിന്നെ ആശ്വസിപ്പിക്കുവാനും ഈ നോമ്പും എൻ്റെ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം എനിക്ക് പ്രചോദനമാകട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. 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 ഈശോയെ, ഇനിയുള്ള നിമിഷങ്ങളിൽ നീയാണ് എന്നിൽ വസിക്കുക. എനിക്ക് നിൻ്റെ ഉള്ളിൽ ആയിരിക്കണം. നിൻ്റെ ചൈതന്യമായ ശക്തിയായ ദിവ്യകാരുണ്യമേ, എന്നെ നയിക്കണമേ. ജീവിതത്തിൻ്റെ തുണയായിരിക്കണമേ. എന്നെ സംരക്ഷിക്കണമേ. നിൻ്റെ മേലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് പിടിക്കണമേ. ക്രൂശിതനേ, ഉത്തിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ, ഉത്തിതനേ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ, നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ, നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ, ഉത്തിതനേ, മർത്യനെ കാത്തിടണേ.
ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ? ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ? നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ? തയ്യിൽ കൂടാതമ്മ നെയ്തൊരു മേലങ്കിയാൽ എന്നെ പൊതിഞ്ഞിടുമോ? നിൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെന്നും എന്നെ കഴുകിടുമോ? ക്രൂശിതനേ, ഉത്തിതനേ, മർത്യനെ കാത്തിടണേ. ദൂരത്തേൻ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ? കല്ലേറു ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാകമാർ വരുമോ? ചിരിക്കാൻ കാരണം ചെയ്യുമ്പോൾ, ജീവിക്കാൻ കാരണം തിരയുമ്പോൾ, തോളത്ത് മയങ്ങിയോർ മറക്കുമ്പോൾ, തോളിയോറിയുമ്പോൾ പഴയ്ക്കുമ്പോൾ, നീ ചിരിക്കും മുഖവും വിരിച്ച കരവും മറക്കാൻ പറഞ്ഞുവെല്ലാം. രക്തം വിയർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവെല്ലാം. ക്രൂശിതനേ, ഉത്തിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ, ഉത്തിതനേ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ള സ്വർഗമായി തീരും.